ഈ കാണുന്നതാണ് പമ്പ നദി. ഇടുക്കി ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ അവസാനിക്കുന്ന കേരളത്തിലെ നീളം കൂടിയ നദികളിലൊന്നാണ് പമ്പ. പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദിക്ക് ദക്ഷിണ ഭഗീരഥി എന്ന് പേരുണ്ട്. പ്രശസ്തമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും പമ്പാ നദിയിലാണ്. അങ്ങനെ കുറേ സവിശേഷതകളുണ്ട് പമ്പാ നദിക്ക്. പമ്പയത്തിലെ മഴയും കണ്ട് നമുക്ക് നല്ല ചൂട് കപ്പയും മീൻകറിയും കഴിച്ചാലോ. മൂളകാരച്ചോരുക്കിയ പരൽ മീനിൻ കറി കൂട്ടി എരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ. നമുക്ക് ആദ്യം തന്നെ കപ്പ വേവിക്കാം. 1.5 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ വൃത്തിയാക്കി കൊത്തി എരിഞ്ഞ് മാറ്റി വെക്കാം. അടുപ്പിലേക്ക് വെള്ളം വെച്ച് ഉപ്പും ചേർത്ത് കപ്പ വേവിക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ അരപ്പിനായിട്ട് നമ്മൾ അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വെളുത്തുള്ളി, 10 കാന്താരി, 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ചായച്ചെടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. ഏകദേശം വെന്ത് പരുവായി വരുമ്പോഴേക്കും അതിലേക്ക് അരപ്പ് കൂടി ഇട്ട് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ആവി കൊള്ളിക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മീൻ വറുത്തെടുക്കാം. ഇവിടെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ താരം മീൻകറി വെക്കാം. 1 കിലോ വറ്റയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പൊടികൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1.5 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ചുവന്നുള്ളി വഴറ്റാനും കടുക് വഴറ്റാനും 2 വലുപ്പത്തില. നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് പഴുത്ത കുടംപുളിയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉലുവപ്പൊടി, കറിവേപ്പില. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റുക. ഇനി നമ്മൾ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. പൊടികൾ ചട്ടിയിലോട്ട് ഇടുമ്പോൾ മൂത്ത് പോകാതിരിക്കാനാണ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഉള്ളി വഴന്ന് കഴിയുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കുന്ന വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഉള്ളിയെല്ലാം വയന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് പൊടിയുടെ മിക്സ് കൂടി ചേർത്ത് വയറ്റാം. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന പഴുത്ത കുടംപുളിയും കൂടി ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോഴേക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളും കൂടി എടുത്തിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം. വറ്റ തലക്കറി വെച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതേ രീതി തന്നെയാണ് തലക്കറി വെക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മസാലകൾ അത്രയും വേണ്ട തലക്കറിക്ക്.